നമസ്കാരം. ഇറാനെ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവാങ്ങിയതിന് പിന്നിലെ യഥാർത്ഥ കാരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫ്ലോറിഡയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ നീക്കം നടത്തിയത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇറാനിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടിരുന്നത്. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധത്താൽ പൊറുതിമുട്ടിയ ഇറാനിൽ അസംതൃപ്തരായ ജനങ്ങൾക്കുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യമാണ് ട്രംപിന്റെ ഈ മുതലെടുപ്പിന് കാരണമായത്. ഈ അസംതൃപ്തിയിൽ ഒരു ഭാഗത്തെ ഒപ്പം നിർത്തി ഇറാൻ ഭരണകൂടത്തെ പൊളിക്കാനുള്ള പദ്ധതിക്ക് പച്ചക്കൊടി കാണിച്ചാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പുറപ്പെട്ടത്. അവിടെ വെച്ചാണ് ഇറാനെ ആക്രമിക്കാനുള്ള ഗൂഢാലോചന രൂപപ്പെടുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ മൊസാദിന്റെയും CIA തലവന്മാർ കൂടി പങ്കെടുത്തിരുന്നു. ഇതിൽ നിന്നാണ് എല്ലാം വ്യക്തമായത്. ഇവരെ എല്ലാവരെയും ഏറെ ആശങ്കപ്പെടുത്തിയതും ഭയന്നതും ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം സംബന്ധിച്ച ആശങ്കകൾ തന്നെയാണ്. 6 മാസം മുമ്പ് നടന്ന സംഘർഷത്തിൽ ഇതൊന്നും നശിപ്പിക്കാൻ സാധിക്കാത്തതിനാൽ ഇറാൻ ആണവായുധം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇസ്രയേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും ഇറാനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന കാര്യമാണ് നെതന്യാഹു ട്രംപിനെ ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഇറാനിൽ ഒരു ഭരണമാറ്റം എന്ന പദ്ധതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. വെൻസ്ലേം പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുവന്നത് പോലും യഥാർത്ഥത്തിൽ ഇറാനിലെ സർക്കാർ വിരുദ്ധരിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നതിനു വേണ്ടി കൂടിയായിരുന്നു. മദൂറയെ തട്ടിക്കൊണ്ടുവന്നതുപോലെ ആയത്തുള്ള അലി ഖമേനിയെ തട്ടിക്കൊണ്ടുവന്ന് ഭരണമാറ്റം സാധ്യമാക്കാമെന്ന പ്രതീതി സൃഷ്ടിക്കുകയായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം. 6 മാസം മുമ്പ് നടന്ന സംഘർഷം തന്നെ ഇസ്രായേലിനെ ശരിക്കും പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ രാജ്യത്ത് ഒരു മിസൈലും വീഴില്ല എന്ന് പറഞ്ഞ നെതന്യാഹുവിന്റെ നാട്ടിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ പതിച്ച് വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരുന്നത്. ഇസ്രയേൽ ഒരു ബംഗർ രാജ്യമല്ലായിരുന്നു എങ്കിൽ എത്ര പേർ കൊല്ലപ്പെടുമായിരുന്നു എന്നത് നമുക്കാർക്കും ഊഹിക്കാൻ പോലും കഴിയില്ല. ഇസ്രയേൽ പരസ്യമായി വെല്ലുവിളി നടത്താതിരുന്നത് ഒരു കാരണം ഇതുകൊണ്ട് തന്നെയാണ്. രണ്ടാമത്തെ കാരണമായി എടുത്തു പറയാവുന്നത് അത് അവർ ആഗ്രഹിക്കുന്നത് ഒരു ഭരണമാറ്റം ഇറാനിൽ സംഭവിക്കണമെങ്കിൽ ജൂത രാഷ്ട്രീയമായ ഇസ്രയേൽ ആദ്യം മാറി നിൽക്കണമെന്നത് നെതന്യാഹു ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇസ്രയേൽ മറുവശത്ത് ഉണ്ടെങ്കിൽ ഇറാൻ ജനതയെ ഭിന്നിപ്പിക്കാൻ കഴിയില്ല എന്ന് കണ്ടുകൂടിയാണ് അവർ മാറി നിന്ന് പിന്നിൽ കളിച്ചിരിക്കുന്നത്. അതായത് നേരിട്ട് അഭിനയിച്ചിട്ടില്ല എങ്കിലും ഈ സംഘർഷത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും എല്ലാം ഇസ്രായേലിൻ്റെത് തന്നെയാണ്. അത് കൃത്യമായി അറിയുന്നത് കൊണ്ടാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചത്. ഒരു പടി കൂടി കടന്നാണ് പശ്ചിമേഷ്യയിലെ മുഴുവൻ അമേരിക്കൻ താവളങ്ങളും കത്തിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയത്. എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഇറാന്റെ മിസൈൽ ശേഷിയെ കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ടായിരുന്ന അമേരിക്കയുടെ സൈനിക നേതൃത്വം പതറിപ്പോയതും ഇറാന്റെ ഈ മുന്നറിയിപ്പ് തന്നെയാണ്. ഇറാനിൽ അധിനിവേശം നടത്താൻ പറ്റിയ സാഹചര്യമാണെന്നും മൊസാദ് എല്ലാം കൃത്യമായി ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുമാണ് നെതന്യാഹുവിന്റെ വാക്ക്. ഇറാനെ ആക്രമിക്കാൻ നിർദ്ദേശം നൽകിയ ട്രംപിനെ സംബന്ധിച്ച് സ്വന്തം സൈനിക തലവന്മാരിൽ നിന്നുമുണ്ടായ ഈ നിസ്സഹരണം തികച്ചും പ്രതീക്ഷിക്കാത്തതായിരുന്നു. യുദ്ധക്കപ്പലുകൾ മിക്കതും അറ്റകുറ്റപ്പണിയിലാണ് എന്നും ഇറാനിൽ നിന്നും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് സൈനിക നേതൃത്വം നൽകിയതെന്നും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ കൃത്യതയാർന്ന ആക്രമണം നടത്താൻ ആവശ്യമായ ഇന്റലിജൻസ് വിവരങ്ങളും ടെക്നോളജി റഷ്യയും ചൈനയും നൽകുന്നുണ്ടെന്ന വിവരം CIA ഉന്നതരും ട്രംപിനെ അറിയിച്ചിരുന്നു. ഇത്തരം ഒരു സമ്മർദ്ദം അമേരിക്കയ്ക്ക് അകത്തുനിന്നും ട്രംപ് നേരിടുമ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെ സഖ്യകക്ഷികളിൽ നിന്നുമുള്ള വലിയ സമ്മർദ്ദവും അമേരിക്കൻ പ്രസിഡന്റ് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. പശ്ചിമ ഏഷ്യ തന്നെ കുരുതിക്കളമാക്കാനുള്ള സൈനിക ശേഷി ഇറാനുണ്ട് എന്നത് ഏറ്റവും നന്നായി അറിയാവുന്നത് ഈ രാജ്യങ്ങൾക്കാണ്. എന്തായാലും ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്നും അമേരിക്കയെ പിന്തിരിപ്പിച്ചതിന് പിന്നിലും ചില ഇടപെടലുകൾ കൂടി ഉണ്ടായിട്ടുണ്ട്. അത് റഷ്യയുടെ ഇടപെടലാണ്. ഇസ്രയേലിന്റെ തിരക്കഥയാണ് ട്രംപ് നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് അറിയാവുന്ന റഷ്യ ആദ്യം വിളിച്ചത് ഇസ്രയേലിനെയാണ്. ഇറാനെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമുണ്ടായാൽ റഷ്യ ഇടപെടുമെന്ന് മാത്രമല്ല ഇറാനുമായി വേണ്ടി വന്നാൽ സൈനിക കരാർ ഉണ്ടാക്കുമെന്നുള്ള മുന്നറിയിപ്പും കൂടി റഷ്യ അങ്ങ് നൽകി. എന്തായാലും തങ്ങളെ ഇറാൻ ആക്രമിച്ചില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കില്ല എന്ന ഇസ്രയേൽ റഷ്യയ്ക്ക് ഉറപ്പ് നൽകിയതും ഇതോടെയാണ്. നിലവിലുള്ള ശത്രുക്കൾക്കും പ്രാദേശിക സംഘർഷങ്ങൾക്കും ഇടയിലുണ്ടായ ഒരു അസാധാരണമായ നയതന്ത്ര ബന്ധത്തെയാണ് ഇത് എടുത്തു കാണിക്കുന്നത്. ഒരുപക്ഷെ അതായത് മറുവശത്ത് മുൻകരുതലും ആക്രമണവും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സൂചനയാണ് നയതന്ത്രജ്ഞരും പ്രാദേശിക ഉദ്യോഗസ്ഥരും ഉദ്ധരിച്ച് വാഷിംഗ്ടൺ വ്യക്തമാക്കുന്നത്.
കഴിഞ്ഞ ജൂണിൽ 12 ദിവസത്തെ യുദ്ധം നടത്തിയ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത കണക്കിലെടുക്കുമ്പോൾ ആശയവിനിമയങ്ങളും റഷ്യൻ മധ്യസ്ഥതയും അസാധാരണമെന്നാണ് വാഷിംഗ്ടൺ വ്യക്തമാക്കുന്നത്. സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന കക്ഷിയായി പ്രത്യക്ഷപ്പെടുന്നത് ഒഴിവാക്കാൻ ഇസ്രയേൽ ശ്രമിക്കുകയാണ്. എന്തായാലും ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ച ഇസ്രയേൽ സ്രോതസ്സുകൾ തന്നെയാണ് വാഷിംഗ്ടൺ പോസ്റ്റിനോട് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതുകൊണ്ട് തന്നെയാണ് ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്നും അമേരിക്ക പിന്മാറിയത്.